ഒരു ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോ സർജനെ കാണുക. കാരണം വെച്ചാൽ ബ്രെയിൻ ട്യൂമറുകളുടെ പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത് സർജറി അഥവാ ഓപ്പറേഷനാണ്. സർജറി ചെയ്ത് നീക്കം ചെയ്യുന്ന മുഴകളുടെ ബയോപ്സിയുടെ ഫലം അനുസരിച്ചിട്ടാണ് തുടർ ചികിത്സ തീരുമാനിക്കുന്നത്. ബയോപ്സിയുടെ ഫലത്തിൽ അതൊരു ക്യാൻസർ പോലത്തെ മുഴയാണെങ്കിൽ എന്തായാലും റേഡിയേഷനും കീമോതെറാപ്പിയും വേണ്ടിവരും. നേരെ മറിച്ച് ബയോപ്സിയുടെ ഫലത്തിൽ അത് ക്യാൻസർ പോലെയുള്ള മുഴയല്ലെങ്കിൽ അതിന് തുടർ ചികിത്സയുടെ ആവശ്യമില്ല. ഒരു ബ്രെയിൻ ട്യൂമർ ചികിത്സ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ പേടിയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് എത്ര കണ്ട് സുരക്ഷിതമാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി എന്ന് പറയുന്നത് എത്ര കണ്ട് സുരക്ഷിതമാണ്? ഇതാണ് നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ടെക്നോളജിയിലും അനസ്തീഷ്യയിലും ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലേറ്റസ്റ്റ് മോഡേൺ മൈക്രോസ്കോപ്പുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഓരോ ട്യൂമറുകളെയും വളരെ വിശദമായി കാണാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പുകൾ, ഓരോ ട്യൂമർ ഇരിക്കുന്ന സ്ഥലം മില്ലിമീറ്റർ പ്രിസൈസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ന്യൂറോ നാവിഗേഷൻ പോലെയുള്ള മെഷീൻസ്, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഇൻട്രോപ്പറേറ്റീവ് മോണിറ്ററിംഗ് മുതലായ ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മളുടെ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറിയെയും തുടർന്നുള്ള ചികിത്സകളെയും പണ്ട് കാലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഇതൊന്നും കൂടാതെ നമുക്ക് അവേക്ക് ക്രേനിയോട്ടമി അല്ലെങ്കിൽ രോഗിയെ പൂർണ്ണമായും മയക്കാതെ ചെയ്യുന്ന, രോഗിയോട് സംസാരിച്ചുകൊണ്ടും രോഗിയോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടും ചെയ്യുന്ന ശസ്ത്രക്രിയാ രീതികൾ വരെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു രോഗിക്ക് ഒരു വശം തളരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ രോഗിക്ക് സംസാരം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരുപാട് റിസ്ക് കൂടുതലുള്ള ഓപ്പറേഷനുകളാണെങ്കിൽ ആണ് നമ്മൾ അവേക്ക് ക്രേനിയോട്ടമി പോലെയുള്ള സർജറികൾ ഈ രോഗികളിൽ ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ടെക്നോളജിയിലും അനസ്തീഷ്യയിലും സർജിക്കൽ ടെക്നിക്സിലും ഇൻസ്ട്രുമെൻസിലുമുള്ള വളർച്ച കാരണം തന്നെയാണ് ഇന്ന് പണ്ട് കാലത്തെ അല്ലെങ്കിൽ ഒരു 10-20 വർഷം മുന്നേയുള്ള ബ്രെയിൻ ട്യൂമർ സർജറികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബ്രെയിൻ ട്യൂമർ സർജറികളും ബ്രെയിൻ ട്യൂമർ തുടർ ചികിത്സകളും ഒരുപാട് സുരക്ഷിതമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.